ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാനാസ് സ്പൈസസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കടലക്കറി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കടലക്കറി. അപ്പോൾ വേഗം നോക്കാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചു. പിന്നെ വേണ്ടത് 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതോ അല്ലെങ്കിൽ ജിഞ്ചർ പേസ്റ്റ് പകരം യൂസ് ചെയ്യാം. പിന്നെ ഹോൾ സ്പൈസസ് വേണ്ടത് 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 തക്കോലം ഇങ്ങനെ പീസാക്കിയിട്ടുണ്ട്. പിന്നെ 4 ഏലക്ക. പച്ചമുളക് ടേസ്റ്റിനനുസരിച്ച് എടുക്കാം, ഒന്ന് കീറിയിട്ടാൽ മതി. പിന്നെ കറിവേപ്പില കുറച്ച് വേണം. 1 ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ 1 കപ്പ് കടല രാത്രി സോക്ക് ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വെള്ളം കളയാം. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇടാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് 4 ചുവന്നുള്ളി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടി 4.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ കടല വേവിച്ചെടുക്കണം പാകത്തിന്. അപ്പോൾ ഒരു 16 സ്റ്റീം കേൾക്കുമ്പോഴാണ് കടല പാകത്തിന് വെന്ത് കിട്ടുന്നത്. കടല വേവിക്കുമ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകരുത്, എന്നാലും പാകത്തിന് വെന്തിട്ടുണ്ടാവണം. പൈപ്പിൻ്റെ അടിയിൽ വെള്ളം തെളിച്ചിട്ട് വേഗം തന്നെ കുക്കർ തുറന്നിട്ട് അത് മാറ്റി വെച്ചു. ഇനി ഒരു ചീനച്ചട്ടി എടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ആ നേരത്തെ വെച്ച ഹോൾ സ്പൈസസ് ചേർക്കുകയാണ്. പെരിഞ്ജീരകം, തക്കോലം, ഏലക്ക. സ്പൈസസ് ഒന്ന് പൊട്ടിയാൽ മതി. ഇതിലേക്ക് സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട്. സവാള ഒക്കെ ഒരു 3 മിനിറ്റ് വഴറ്റിയാൽ മതി. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം. പച്ചമുളകും കറിവേപ്പിലയും ഒപ്പം ചേർക്കാം. ഇതെല്ലാം കൂടി 1 മിനിറ്റും കൂടി വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ. എന്നിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. ടൊമാറ്റോസ് ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന വരെയും വഴറ്റിയെടുക്കണം, ഒരു 2 മിനിറ്റ്. അപ്പോൾ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഈ സ്പൈസസ് വീണ്ടും നമ്മൾ വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം കുറച്ചും കൂടി ചേർക്കും. ഇപ്പം ഇത്രയും ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു വലിയ നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി. മല്ലിപ്പൊടിയുടെയും പച്ചമണക്കോ നന്നായിട്ട് മാറണം. അപ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച കടല മാത്രം കുക്കറിൽ നിന്ന് കോരിയിട്ട് ഇതിലേക്ക് ഇടാം. വെള്ളം ഇപ്പോൾ ഒഴിക്കണില്ല, ആദ്യം കടല മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ. ആ മസാലയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം 1 മിനിറ്റോളം. എന്നിട്ട് കുക്കറിലത്തെ ചാറും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് 1/2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കാം. പിന്നെ സ്പൈസസ്, അപ്പോൾ സ്പൈസസ് കൂടുതൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം. ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ട്.
പിന്നെ ഏറ്റവും അവസാനം ഒരു 1/4 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി പ്രത്യേകിച്ചും ലാസ്റ്റിൽ ചേർക്കണം. അപ്പോൾ ഇതൊന്ന് ലൂസാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. ടേസ്റ്റൊക്കെ ഒന്ന് പാകാക്കാം. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേഗം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പിരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നല്ലൊരു ബാലൻസ് വരും ഫ്ലേവേഴ്സിനൊക്കെ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കടലക്കറി പുട്ടിനായിട്ടൊക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ സിമ്പിൾ കടലക്കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.